45 സങ്കീർത്തനം വായിക്കും. എൻ്റെ ഹൃദയം ശിവവചനത്താൽ കവിയുന്നു, എൻ്റെ ഹൃദയ രാജാവിന് വേണ്ടിയുള്ളത് എന്ന് ഞാൻ പറയുന്നു. എൻ്റെ നാവ് സമർത്ഥനായ ലേഖകൻ്റെ എഴുത്തുകൾ ആകുന്നു. നീ മനുഷ്യപുത്രന്മാരിൽ അതിസുന്ദരൻ, ലാവണ്യം നിൻ്റെ അധരങ്ങളിന്മേൽ പകർന്നിരിക്കുന്നു. അതുകൊണ്ട് ദൈവം നിന്നെ എന്നേക്കും അനുഗ്രഹിച്ചിരിക്കുന്നു. വീരനായുള്ളവരെ നിൻ്റെ വാൾ അരക്കി കെട്ടുക. നിൻ്റെ തേജസ്സും നിൻ്റെ മഹിമയും തന്നെ. സത്യവും സൗമ്യതയും നീതിയും പാലിക്കേണ്ടതിന് നീ മഹിമയോടെ കൃതാർത്ഥനായി വാഹനമേറി എഴുന്നള്ളുക. നിൻ്റെ വലങ്കൈ ഭയങ്കര കാര്യങ്ങളെ നിനക്ക് ഉപദേശിച്ച് തരുമാറാകട്ടെ. നിൻ്റെ അസ്ത്രങ്ങൾ മൂർച്ചയുള്ളവയാകുന്നു. ജാതികൾ നിൻ്റെ കീഴിൽ വീഴുന്നു. രാജാവിൻ്റെ ശത്രുക്കളുടെ നെഞ്ചത്ത് അവ തറയ്ക്കുന്നു. ദൈവമേ, നിൻ്റെ സിംഹാസനം എന്നും എന്നേക്കുള്ളതാകുന്നു. നിൻ്റെ രാജ്യത്തിൻ്റെ ചെങ്കോൽ നീതിയുള്ള ചെങ്കോലാകുന്നു. നീ നീതിയെ ഇഷ്ടപ്പെട്ട് ദുഷ്ടരെ ദുഷിക്കുന്നു. അതുകൊണ്ട് ദൈവം നിൻ്റെ ദൈവം തന്നെ. നിൻ്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. നിൻ്റെ വസ്ത്രമെല്ലാം മൂന്നും ചന്ദനവും ലവകവും കൊണ്ട് സുഗന്ധമാക്കിയിരിക്കുന്നു. ദന്തി മന്ദിരങ്ങളിൽ നിന്നും കമ്പിനാദം നിന്നെ സന്തോഷിപ്പിക്കുന്നു. നിൻ്റെ സ്ത്രീരത്നങ്ങളുടെ കൂട്ടത്തിൽ രാജകുമാരികളുണ്ട്. നിൻ്റെ വലത്തുഭാഗത്ത് രാജ്ഞി ഓഫീർ തങ്കമണിഞ്ഞു നിൽക്കുന്നു. അല്ലയോ കുമാരി, കേൾക്കുക, നോക്കുക, ചെവി ചായ്ക്കുക. സ്വജനത്തെയും നിൻ്റെ പ്രതിഭവനത്തെയും മറക്കുക. അപ്പോൾ രാജാവ് നിൻ്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. അവൻ നിൻ്റെ നാഥനല്ലോ, നീ അവനെ നമസ്കരിച്ചു കൊള്ളുക. സ്വനിവാസികൾ ജനത്തിലെ ധനവാന്മാർ തന്നെ. കാഴ്ചയ്ക്ക് നിൻ്റെ മുഖപ്രസാദം തേടും. അന്തഃപുരത്തിലെ രാജകുമാരി ശോഭ പരിപൂർണയാകുന്നു. അവളുടെ വസ്ത്രം പൊൻകസവ് കൊണ്ടുള്ളത്. അവളെ ഞാൻ നിന്റെ നാമത്തെ എല്ലാ തലമുറകളിലും ഓർക്കുമാറാക്കും. അതുകൊണ്ട് ജാതികൾ എന്നും എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും. ദൈവനാമം വാഴ്ത്തപ്പെടുന്നു.
വചനത്തിന് അതിൻ്റെതായിരിക്കുന്ന പ്രാധാന്യമുണ്ട്. ദൈവവചനം കേൾക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം നൽകുന്ന പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ അവിടുത്തെ ഞങ്ങൾക്ക് നോക്കി പിതാവെന്ന് നോക്കി വിളിപ്പാനായിട്ട് അവിടുത്തെ പ്രിയപുത്രൻ മുഖാന്തരമായിട്ട് നൽകിയിരിക്കുന്ന സൗഭാഗ്യത്തിനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾ ഏറെ ദിവസങ്ങളായി കർത്താവെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പോലെ പ്രിയ മക്കളുടെ വിവാഹത്തിൽ ഇന്ന് ഞങ്ങൾക്ക് പങ്കുചേരുവാനായിട്ട് അവിടുന്ന് അനുവദിച്ച കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. കടന്നു വരാൻ ആഗ്രഹിച്ചിരുന്ന ഓരോരുത്തരെയും അവിടുന്ന് കൃപ ചെയ്ത് അവിടുന്ന് കൂട്ടിക്കൊണ്ടുവന്ന കൃപയ്ക്കായി സ്തോത്രം. അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച് അവിടുത്തെ സന്നിധിയിൽ ആയിരിക്കാൻ തക്കവണ്ണം തന്നിരിക്കുന്ന നല്ല അവസരത്തിനായി ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് എത്ര ഉയർന്നവനും ഉന്നതനും ശാശ്വതവാസിയും പരിശുദ്ധനായ ദൈവമാകിയാൽ നന്ദിയോടെ സ്തോത്രം. അവിടുത്തെ പ്രിയപുത്രനിലൂടെ അവിടുത്തെ സ്നേഹം ഞങ്ങൾക്ക് വെളിപ്പെടുത്തുന്നു. കാലസമ്പൂർണ്ണതയിൽ അവനെ സ്ത്രീയുടെ സന്തതിയായി ഭൂമിയിലേക്ക് അയച്ച് ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് ഞങ്ങളെ വിലയ്ക്ക് വാങ്ങുവാൻ അവിടുന്ന് പ്രസാദം തോന്നിയല്ലോ. സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും മാത്രമല്ല ഞങ്ങളുടെ സകല അപേക്ഷകളും അവിടുത്തെ മുൻപാകെ കഴിപ്പാനും തന്നിരിക്കുന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. ഇന്ന് ഇവിടെ സന്നിധരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്തികൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. ബന്ധുമിത്രാദികളായിട്ട് പ്രിയപ്പെട്ടവരായിട്ട് സ്നേഹിതരായിട്ട് കർത്താവെ അനേകരെ ഒന്നിച്ച് കടന്നു വരുവാൻ തക്കോണം പ്രിയ മക്കളുടെ വിവാഹത്തോടുള്ള ബന്ധൽ കർത്താവ് അവിടുത്തെ സന്നിധിയിൽ ഇരുപ്പാൻ തന്നിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ശുശ്രൂഷകൾക്കായിട്ട് കർത്താവ് അവിടുത്തെ ദാസന്മാരെ അവിടെ നിന്ന് ഒരുക്കിയിരുന്നില്ല, നന്ദിയോടെ സ്തോത്രം. ശുശ്രൂഷയുടെ ദാസനെ ഒരിക്കൽ കൂടെ കർത്താവെ ഞങ്ങളുടെ തൃക്കരങ്ങൾ പരമേൽപ്പിക്കുന്നു, അവിടെ സഹായിക്കണമേ. വിവാഹിതരാൻ പോകുന്ന പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരുന്നു. ഇരു കുടുംബങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം. മാത്രമല്ല പ്രിയപ്പെട്ടവരുടെ വിവാഹ ജീവിതം കർത്താവെ ദൈവജനത്തിനൊരു അനുഗ്രഹമായിരിക്കാൻ തക്കണം, ദേശത്തിനൊരു അനുഗ്രഹമായിരിക്കാൻ തക്കണം, സ്വർഗത്തിന് അത് മഹത്വമായിരിക്കാൻ തക്കണം. അവിടെ ഇടയാക്കുമാറാകണത് പ്രാർത്ഥിക്കുന്നു. പ്രിയ ആനിമോളുടെയും വിവാഹ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ അവരുടെ സന്തോഷത്തിൽ പങ്കുചേരുവാൻ കൂടി വന്നിരിക്കുന്ന ബഹുമാന്യ സഹോദരീ സഹോദരന്മാർ, കർത്താവിൻ്റെ വയൽ പ്രദേശത്ത് അധ്വാനിക്കുന്ന ശ്രേഷ്ഠ കർത്തൃദാസന്മാർ, അനുഗ്രഹീത മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, എല്ലാവർക്കുമായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഇവിടെയുള്ള ദൈവദാസന്മാരെയൊക്കെ ഞാൻ പ്രത്യേകം പ്രാർത്ഥനയിൽ ഓർക്കാറുണ്ട്. പുന്നപ്ര സഭയിലെ സെബാസ്റ്റ്യൻ, വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവുമായിരിക്കട്ടെ. വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവുമായിരിക്കട്ടെ. ഈ വേദഭാഗം ഒന്ന് ശ്രദ്ധിച്ചേ. മനുഷ്യജീവിതത്തിൽ വിവാഹബന്ധത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ വളരെ പ്രാധാന്യം കൊടുത്ത് ശക്തീകരണം കൊടുത്ത് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. വേദപുസ്തകം ശ്രദ്ധിച്ച് പഠിക്കുന്നവർക്കറിയാം, ദൈവത്തിൻ്റെ വെളിപ്പാടുകളുടെ സമ്പൂർണ്ണ ശേഖരണമായിരിക്കുന്ന ദൈവമർമ്മങ്ങളുടെ ആകത്തുകയായിരിക്കുന്ന വിശുദ്ധ വേദപുസ്തകത്തിൽ വിവാഹ ജീവിതത്തെക്കുറിച്ച്, കുടുംബജീവിതത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് വളരെ ശക്തീകരണം നൽകി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താ കാരണം? എൻ്റെ പ്രിയമുള്ളവരെ, ഈ അഖിലാണ്ടത്തിൻ്റെ ഉടമസ്ഥനായ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച, മാത്രമല്ല ജാതി മത വ്യത്യാസമില്ലാതെ നമ്മെ എല്ലാവരെയും സൃഷ്ടിച്ച് നിർമ്മിച്ച് ഉണ്ടാക്കിയിരിക്കുന്ന നമ്മുടെ എല്ലാവരുടെ ആത്മാക്കളുടെ ഉടമസ്ഥനായ ദൈവത്തിന്റെ വചനത്തിൽ വിവാഹബന്ധത്തിന് പ്രാധാന്യം കൊടുത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ഏറ്റവും വലിയ പ്രാധാന്യത ഇത് സ്വർഗത്തിലെ ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ട അനുഗ്രഹീതമായ ബന്ധമാണ് എന്നുള്ളതാണ്. മനുഷ്യൻ പാപം ചെയ്യുന്നതിന് മുമ്പ് തന്നെ, വേദപുസ്തകം പഠിക്കുന്നവർക്കറിയാം, മനുഷ്യൻ പാപം ചെയ്തതിന് ശേഷം അവന്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി സ്വർഗത്തിലെ ദൈവം വിവിധ യാഗങ്ങൾ ക്രമീകരിച്ചതായിട്ട് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ മനുഷ്യൻ പാപം ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവന്റെ നിഷ്പാപയുഗത്തിൽ മനുഷ്യൻ വിശുദ്ധനായിരിക്കുമ്പോൾ വിശുദ്ധനായ ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ട അനുഗ്രഹീതമായ ബന്ധമാണ് വിവാഹബന്ധം എന്ന് പറയുന്നത്. കുടുംബജീവിതത്തിലുള്ള ദൈവബന്ധമാണ് ആളുകളുള്ളത്. ഒന്ന്, ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിലെ 18-ാമത്തെ വാക്യം. അനന്തരം യഹോവയായ ദൈവം
മനുഷ്യൻ ഏകനായിരിക്കുന്നല്ല, നീ ഇനിയും ഏകനായിട്ട് ജീവിക്കുന്നത് ശരിയല്ല, അതുകൊണ്ട് ഞാൻ നിനക്ക് തക്കതായ ഒരു തുണയെ ഉണ്ടാക്കി തരും. അതാണ് പ്രിയ ആനിമോൾ എന്ന് പറയുന്നത്. ഇത് കുടുംബജീവിതം നയിക്കുന്ന എല്ലാവരും അറിഞ്ഞിരിക്കണം, ഓർത്തിരിക്കണം, പോരാ ഓർത്തുകൊണ്ടേയിരിക്കണം. നിങ്ങളുടെ കുടുംബജീവിതം എങ്ങനെയുണ്ടോ പരിശോധിക്കണം. ദീർഘമായിട്ട് ക്ഷമിക്കണം, ദയ കാണിക്കും, മാത്രമോ പോറ്റിപ്പുലർത്തും. എന്നോട് ദേവദാസൻ പറഞ്ഞു കുറച്ച് സമയം എടുക്കാം വിശദീകരിച്ച് പ്രസംഗിക്കാം, അല്ലെങ്കിൽ വിവാഹ ശുശ്രൂഷയുടെ എന്റെ പ്രസംഗത്തിലെ സമയങ്ങളോട് ഞാൻ അങ്ങനെ നിർത്തുന്നതാണ്. അത് ദേവദാസൻ പറഞ്ഞു കുറച്ച് സമയം എടുത്ത് പ്രസംഗിച്ചോ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ സമയം എടുത്ത് പ്രസംഗിക്കുന്നത്. വിശിഷ്ട അതിഥികൾ ആയിരിക്കുന്ന നിയുക്ത വധുവരന്മാരോടും കർത്തദാസന്മാരായി വിവിധ സ്ഥലങ്ങളിൽ എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ടവരോടും ഓഡിറ്റോറിയത്തിൽ കുഞ്ഞുങ്ങളുടെ വിവാഹം സന്തോഷകരമായി കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനായിട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള നന്ദി അറിയിക്കുക. ഇനിയൊരു വചന ശുശ്രൂഷയുടെ ആവശ്യം ഇവിടെ ഇല്ല എന്ന് എൻ്റെ മനസ്സ് പറയുവാനായിട്ടില്ല. കാരണം ഈ ഓഡിറ്റോറിയം നിറച്ച് ദൈവവചനം കർത്താവിൻ്റെ ദാസനിലൂടെ കോരിച്ചിരിക്കുകയായിരുന്നു. വളരെ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒന്നാണ് വചനം. ആ വചനമാണ് കർത്താവിൻ്റെ ദാസൻ നമ്മളെ അറിയിച്ചത്. ഈ ശുശ്രൂഷ നിർവഹിക്കുവാനായിട്ട് ഞാൻ വളരെ നിർബന്ധിതനായിട്ട് തീരേണ്ടതായിട്ട് വന്നു. ഈ ശുശ്രൂഷ നിർവഹിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിലൂടെ കടന്നു പോകുന്ന ചിന്ത ഇങ്ങനെയാണ്: ഞാൻ ആരുടെ മകനെയാണ് ഇന്ന് വിവാഹം കഴിപ്പിക്കുവാനായിട്ട് പോകുന്നത്? കാരണം ഞാൻ രക്ഷിക്കപ്പെട്ട് വരുന്ന സമയത്ത് എന്നെ ദൈവവചനം പഠിപ്പിച്ച ഒരു കർത്തദാസനാണ് പ്രിയ റജിയുടെ പിതാവ് യോഹന്നാൻ സഹോദരൻ. അദ്ദേഹത്തിൻ്റെ വിവാഹം നടക്കുന്ന സമയത്ത് ഞാൻ ആ വിവാഹത്തിൽ സംബന്ധിച്ച ആളാണ്. അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ മോനെ വിവാഹം കഴിപ്പിക്കുവാനായിട്ട് എന്നോട് പറഞ്ഞപ്പോൾ അഞ്ചിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന കർത്തദാസൻ ബി ജോസഫ് ഈ വിവാഹ ശുശ്രൂഷ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കുകയും തുടർന്ന് ഈ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കുകയും ചെയ്തു. ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതുപോലെ ഇന്നേ ദിവസം ഈ ശുശ്രൂഷയിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും കടന്നു വന്ന് സംബന്ധിക്കുവാൻ സ്വർഗത്തിലെ ദൈവം കരുണ കാണിച്ചതിനായി തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, പ്രിയപ്പെട്ടവരുടെ വിവാഹ നിശ്ചയവും വിവാഹ ശുശ്രൂഷയും ഇരുവർക്കും രക്ഷിക്കപ്പെടുവാൻ, സ്നാനപ്പെടുവാൻ, സ്ഥലം സഭകളോട് ചേർന്ന് കർത്താവിനെ ആരാധിപ്പാൻ, കൂട്ടായ്മ അനുഭവിപ്പാൻ കഴിഞ്ഞ നാളുകളിൽ അവിടുന്ന് ഇടയാക്കിയതിനായി തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, കഴിഞ്ഞ നാളുകളിൽ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള എല്ലാ നന്മകൾക്കായി ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രവേശിക്കുകയാണ്. സ്റ്റേജിലിരിക്കുന്നവരും സദസ്സിലിരിക്കുന്ന ദൈവമക്കൾ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം എന്ന് ഞാൻ വിശേഷാൽ ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് വിവാഹ നടത്തിക്കൊടുക്കേണ്ടതായിരിക്കുന്ന ഉത്തരവാദിത്വം ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് കൊണ്ട് ദൈവമക്കളുടെ പ്രാർത്ഥനയിലൂടെ ഞാൻ ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. റജിമോനും ആനിമോളും യഥാസ്ഥാനത്ത് എഴുന്നേറ്റ് നിൽക്കുവാനായിട്ട് ഞാൻ ആവശ്യപ്പെടുന്നു.
വിവാഹ നിശ്ചയരേഖ എന്ന് വായിക്കുകയാണ്. ആലപ്പുഴ ജില്ലയിൽ അമ്പലപ്പുഴ താലൂക്കിൽ പുന്നപ്ര പഞ്ചായത്തിൽ പുന്നപ്ര വില്ലേജിൽ കൊല്ലാംപറമ്പിൽ വീട്ടിൽ മിസ്സസ് ആൻഡ് മിസ്റ്റർ കെ യഹന്നാൻ മകൻ പ്രജി. ആലപ്പുഴ ജില്ലയിൽ കാർത്തികപ്പള്ളി താലൂക്കിൽ ആറാട്ടുപുഴ പഞ്ചായത്തിൽ ആറാട്ടുപുഴ വില്ലേജിൽ പടുവങ്കൽ പുതുവൽ വീട്ടിൽ മിസ്സസ് ആൻഡ് മിസ്റ്റർ ഫ്രാൻസിസിൻ്റെയും മകൾ ആനിമോളും തമ്മിലുള്ള വിവാഹം 2011 5-ാം തീയതി മാസം 14-ാം തീയതി ശനിയാഴ്ച രാവിലെ 10:30 മണിക്ക് സെന്റ് ഗ്രിഗറിയോസ് പാരിഷുകൾ വെച്ച് നടത്തുവാൻ ഇരുഭാഗത്തുമുള്ള വേണ്ടപ്പെട്ടവർ കൂടി സഭകളും കൂടി ഇന്നേ ദിവസം തീരുമാനിച്ച് ഉറച്ചിരിക്കുന്നു. ഈ പ്രിയപ്പെട്ടവരുടെ വിവാഹം നടത്തിക്കൊടുക്കുന്നതിന് വേണ്ടിയാണ് നാം എല്ലാവരും വളരെ സന്തോഷപൂർവ്വം ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. തോമസ് എബ്രഹാം ഈ വിവാഹ ശുശ്രൂഷ അനുഗ്രഹത്തിനായിട്ട് ഇന്നീ മംഗല്യം ശോഭിക്കുവാനുള്ള പാട്ട് പാടുന്നു. പ്രാരംഭമായി ഇവരുടെ സമ്മതമാണ് നമുക്ക് അറിയേണ്ടത്. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് റജി ഉത്തരം പറയേണ്ടതാണ്. റജിയുടെ സമീപം നിൽക്കുന്ന ആനിമോൾ എന്ന ഈ യുവതി നിന്റെ ഏക ഭാര്യയായി സ്വീകരിച്ച് ദൈവവചനം അനുശാസിക്കുന്ന ഒരു ക്രിസ്തീയ കുടുംബജീവിതം നയിക്കുവാൻ സമ്മതമാണ് എങ്കിൽ സമ്മതമാണ് എന്ന് ദൈവസഭയുടെയും പൊതുസദസ്സിന്റെ മുമ്പാകെ സമ്മതമാണ് എന്ന് റജിയുടെ സമ്മതം അറിയിച്ചിരിക്കുന്നതിനാൽ ആനിമോളോട് ഞാൻ ചോദിക്കുന്നു. ആനിമോളുടെ സമീപം നിൽക്കുന്ന റജി എന്ന ഈ യുവാവിനെ നിന്റെ ഏക ഭർത്താവായി സ്വീകരിക്കുവാനായിട്ട് സമ്മതമാണ് എങ്കിൽ ദൈവ വചനം പറയുന്നത് പോലെ ഒരു ക്രിസ്തീയ കുടുംബ ജീവിതം നയിച്ച് ദൈവസഭയ്ക്കും ഈ സദസ്സിന് മുമ്പാകെ ജീവിക്കുവാൻ സമ്മതമാണ് എന്ന് പറയുന്നത്. ഇവർ ഇരുവരും ഇവരുടെ സമ്മതം പരസ്യമായി വ്യക്തമായി പ്രസ്താവിച്ചിരിക്കുന്നതിനാൽ ഇവർ രണ്ടുപേരുടെയും വലതുകരം പരസ്പരം കൊടുത്ത് ഇവർക്ക് സ്വീകരിക്കാവുന്നതാണ്. ഏദൻ പൂങ്കാവനത്തിൽ വെച്ച് ആദം ഹവ്വമാരെ യോജിപ്പിച്ച ദൈവം ഏകാകികളെ കുടുംബത്തിൽ വസിപ്പിക്കുമാറാക്കിയ ദൈവം ഈ പ്രിയപ്പെട്ടവരെ യോജിപ്പിച്ചിട്ടുണ്ട്. ബോസിനെയും രൂത്തിനെയും അനുഗ്രഹിച്ച ദൈവം നിങ്ങളെയും അനുഗ്രഹിച്ച് സർവ നന്മകളും സർവ അനുഗ്രഹങ്ങളും നൽകി
നിങ്ങളുടെ ജീവിതത്തെ ധന്യമാക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇവർ രണ്ടുപേരും ഇവരുടെ സമ്മതം പരസ്യമായി പറയുകയും സ്വീകരിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ പ്രതിജ്ഞയുടെ ചില വാക്കുകൾ ഞാൻ ഇവർക്ക് പറഞ്ഞു കൊടുക്കുകയും ഇവർ ആ വാക്ക് ഏറ്റുപറയുകയും ചെയ്യുന്നതാണ്. റജിയോടാണ് ഞാൻ ആദ്യം ചോദിക്കുന്നത്. റജിയുടെ സമീപം നിൽക്കുന്ന ആനിമോൾ എന്ന ഈ യുവതിയെ നിന്റെ ഏക ഭാര്യയായി സ്വീകരിച്ച് ദൈവവചനം അനുശാസിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ദൈവവചനം അനുശാസിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം നയിച്ച് ദൈവസഭയ്ക്കും സാക്ഷികളുടെ സമൂഹത്തിന് മുമ്പാകെ ജീവിച്ച് എൻ്റെ ഭാര്യയായി സ്വീകരിച്ചിരിക്കുന്നു. ദൈവം മരണം നമ്മെ വേർപെടുത്തുന്ന നാൾ വരെ സുഖത്തിലും ദുഃഖത്തിലും ആരോഗ്യത്തിലും രോഗത്തിലും സമൃദ്ധിയിലും ദാരിദ്ര്യത്തിലും ദൈവം നമുക്ക് തരുന്ന ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും നിന്നെ സ്നേഹിച്ചും ബഹുമാനിച്ചും അനുസരിച്ചും കീഴ്പ്പെട്ടും ഒരു ഭർത്താവിൻ്റെ കടമകൾ നിർവഹിച്ച് മുമ്പോട്ട് പോകാമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഈ പ്രതിജ്ഞ നിറവേറ്റുവാൻ സർവശക്തനായ ദൈവം എന്നെ സഹായിക്കുന്നു. ആനിമോൾ എന്ന ഞാൻ റജി എന്ന അങ്ങയെ എൻ്റെ ഏക ഭർത്താവായി സ്വീകരിച്ചിരിക്കുന്നു. സുഖത്തിലും ദുഃഖത്തിലും ആരോഗ്യത്തിലും രോഗത്തിലും ദാരിദ്ര്യത്തിലും സമൃദ്ധിയിലും ഒരു ഉത്തമ ഭാര്യയുടെ കടമകൾ നിർവഹിച്ചുകൊണ്ട് ദൈവ വചനത്തിനനുസൃതമായും ദൈവസഭയ്ക്കും സാക്ഷികളുടെ സമൂഹത്തിന് മുമ്പാകെ ജീവിച്ചു കൊള്ളാമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. ഈ പ്രതിജ്ഞ നിറവേറ്റുവാൻ സർവശക്തനായ ദൈവം എന്നെ സഹായിക്കുന്നു. സ്വൽപൂരം ഈ കരാറിനെ സാക്ഷി നിൽക്കുന്നത്. ദൈവം സംയോജിപ്പിച്ച നാളാണ്. ദൈവം ഈ മക്കളെ അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും അനുഗ്രഹിച്ച് അവരെ കാക്കുമാറാകട്ടെ. ആശംസയായി ചില വേദവാക്യങ്ങൾ ഇവരോട് ബന്ധപ്പെട്ട് വായിക്കുവാനായിട്ട് കർത്താവിൽ ആശ്രയിക്കുകയാണ്. സഹോദരന്മാരെ നിർത്തിയണം. 128 സങ്കീർത്തനം ആശംസയായിട്ട് വായിക്കുന്നു. നിന്റെ കൈകളുടെ അധ്വാനഫലം നീക്കിയും നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും
ഒലിവുതികൾ പോലെയും ഇരിക്കും. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. യഹോവ സിയോനിൽ നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ യെരൂശലേമിന്റെ നന്മയെ കാണും. നിന്റെ മക്കളുടെ മക്കളെയും നീ കാണും. ഇസ്രായേലിന്മേൽ സമാധാനം ഉണ്ടാവട്ടെ. നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കും. അവരിൽ വല്ലവരും വചനം അനുസരിക്കാത്ത പക്ഷം ഭയത്തോടുകൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് വചനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്ന് വരുവാൻ ഇടയാകും. നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമെയുള്ളതല്ല. സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സെന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിൻ്റെ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണം. അത് ദൈവസന്നിധിയിൽ വിലയേറിയതാകുന്നു. ഇങ്ങനെയല്ലോ പണ്ട് ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിച്ച് ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരുന്നത്. അങ്ങനെ സാറ അബ്രഹാമിനെ യജമാനൻ എന്ന് വിളിച്ച് അനുസരിച്ചിരുന്നു. നന്മ ചെയ്ത് യാതൊരു ഭീഷണിയും പേടിക്കാതിരുന്നാൽ നിങ്ങൾ അവളുടെ മക്കൾ ആയിത്തീർന്നു. അങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വേഗത്തോടുകൂടി ഭാര്യമാരോട് വസിച്ച് സ്ത്രീജനം ബലഹീന പാത്രം എന്നും ജീവന്റെ കൃപയ്ക്ക് കൂട്ടഭാഷയെന്നും ഓർത്ത് അവർക്ക് ബഹുമാനം കൊടുക്കുക. സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുക. ക്രിസ്തു ശരീരത്തിൻ്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. എന്നാൽ സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്നത് പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴടങ്ങിയിരിക്കണം. ഭർത്താക്കന്മാരെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. സൃഷ്ടിച്ചവൻ ആദ്യം അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചുവെന്നും അതുകൊണ്ട് മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും എന്നല്ല ചെയ്തു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ? അതുകൊണ്ട് അവർ മേലാൽ രണ്ടല്ല ഒരു ദേഹമത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മറുപടി ഇങ്ങനെയാണ്: ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുത്. ഇത് ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരും ഈ വിവാഹിതരായിത്തീർന്ന കുഞ്ഞുങ്ങളും ഓർത്തിരിക്കുകയും, വിശേഷാൽ ഞാൻ ഈ വാക്ക് പറയുമ്പോൾ അവരെ ഒരുമിച്ച് അത് പറയുകയും ചെയ്യുന്നതാണ്. അവിടുത്തെ സന്നിധിയിൽ കടന്നു വരുവാനും ഈ കുഞ്ഞുങ്ങളുടെ വിവാഹ ശുശ്രൂഷയിൽ സംബന്ധിക്കുവാനും ശുശ്രൂഷ നടത്തുവാനും ദൈവം ഇടയാക്കി സ്തോത്രം ചെയ്തു. അബ്രഹാമിനെയും സാറയെയും യാക്കോബിനെയും ലേഖയെയും അനുഗ്രഹിച്ചവനായ ദൈവം ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് അവരുടെ കുടുംബജീവിതത്തെ ധന്യമാക്കി തീർക്കേണ്ടതിന് വേണ്ടി ഞങ്ങളെന്നോട് പ്രാർത്ഥിക്കുന്നു. ഇവർ ഇനി ഒരു ദേഹമാണ്, ഇവർ രണ്ടല്ല. ദൈവം ഇവരെ യോജിപ്പിച്ചിരിക്കുന്നതോർത്ത് സ്തോത്രം ചെയ്തു. ഇവർ ദേശത്ത് പാർത്ത വിശ്വസ്ത ആചരിക്കുവാനും ഇരു സഭകൾക്കും കുടുംബങ്ങൾക്കും ഒരു അനുഗ്രഹപാത്രമായി തീരുവാനും ഇടയാകേണ്ടതിന് വേണ്ടി ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. അനേകരായി തീരുവാൻ ദൈവം ഇടയാക്കേണ്ടതിന് വേണ്ടി ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ കുടുംബജീവിതത്തെ കർത്താവ് ആദരിച്ചിരിക്കുന്നതോർത്ത് സ്തോത്രം ചെയ്തു. യേശു കർത്താവിൻ്റെ ഇടയിൽ നമുക്ക് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ഒന്ന് കേട്ട് ഉത്തരവുള്ളതാണ്. കൈവിട്ട് വിവാഹ രജിസ്ട്രി ഒപ്പുവെച്ചതാണ്. ആശ്രയിച്ചുകൊണ്ട് ഈ ശുശ്രൂഷ നിർവഹിക്കുവാനായിട്ട് കർത്താവിന്റെ ദാസനെ ബലപ്പെടുത്തുകയും ദൈവകൃപയെ കൊടുത്തതിനോട്ടം ദൈവത്തെ സ്തുതിക്കുകയും ബോധപ്പെടുത്തുകയും ചെയ്യാം. ഇപ്പോൾ രണ്ട് സഹോദരന്മാരെ
ഈ വിവാഹിതരായിരിക്കുന്ന പ്രിയമുള്ളവർക്ക് വേണ്ടി ആശംസാ വാക്കുകൾ പറയുന്നതാണ് ആദ്യമായി. പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹം ഏറ്റവും നല്ലതായി നടത്താൻ വെച്ച് ദൈവത്തിൽ നന്ദി കരുതുന്നു. നാം നേരത്തെ ഓർന്നതുപോലെ അബ്രഹാമിൻ്റെ ദൈവം, ഇസ്ഹാക്കിൻ്റെ ദൈവം, യാക്കോബിൻ്റെ ദൈവം അവർക്കെല്ലാ സൗഭാഗ്യങ്ങളും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ വാക്കുകൾ. ദൈവത്തിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹം ഈ നിലയിൽ അനുഗ്രഹമായി നടക്കുവാൻ ദൈവം സഹായിച്ചവർ ദൈവത്തെ സ്തുതിക്കുന്നു. വിവാഹത്തിന് അവരുടെ കുടുംബജീവിതത്തിൽ ആശംസ നേരുക എന്നുള്ളതാണ് എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യം. ഞാൻ ഓർക്കുമ്പോൾ പ്രിയ സണ്ണിച്ചാരുടെ കുടുംബം ഞങ്ങളുടെ സഭയിലേക്ക് വന്നിട്ട് ഏതാണ്ട് 20 വർഷത്തോളമായിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഒരു മാതൃകാ കുടുംബം എന്ന നിലയിൽ അവരുടെ കുടുംബത്തെ വിശേഷിപ്പിക്കുന്നതിൽ തെറ്റില്ല എന്ന് ഞാൻ ഈ സമയം ഓർക്കുകയാണ്. കാരണം ഞങ്ങളുടെ സഭയിൽ നിന്നും വളരെ ദൂര സ്ഥലത്തു നിന്നാണ് അവർ കടന്നു വരുന്നത്. എന്നാൽ ഞായറാഴ്ചത്തെ ഒരു യോഗം പോലും മുടക്കാതെ അവർ കുടുംബമായിട്ട്, പ്രത്യേകിച്ച് അവിടെ വാഹന സൗകര്യം കുറവാണ്, യാത്രയ്ക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ അതൊന്നും വകവെക്കാതെ എല്ലാ ഞായറാഴ്ചയും കടന്നു വരികയും അവിടെയുള്ള മറ്റ് കുടുംബങ്ങളെക്കാൾ ഉപരിയായിട്ട് ആ നിലയിൽ സജീവമായിട്ട് കർത്താവിനെ ആരാധിക്കുന്ന കാര്യത്തിൽ വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കുടുംബമാണ്. പ്രിയ സണ്ണിച്ചായ 2 മക്കളെയാണ് ദൈവം നൽകിയിരിക്കുന്നത്. അവരെക്കുറിച്ച് പറഞ്ഞാൽ അവർ വളരെ ശാന്ത സ്വഭാവക്കാരും വളരെ അച്ചടക്കമുള്ള സ്വഭാവക്കാരുമാണ്. അല്പം കൂടെ ലളിതമായി പറഞ്ഞാൽ ആരെങ്കിലും പോകുന്ന വഴിക്കൊന്ന് കണ്ണുരുട്ടി കാണിച്ചാൽ മതി അവരവിടെ നിന്ന് കരയും. അങ്ങനത്തെ ഒരു പ്രതീതിയുള്ള കുഞ്ഞുങ്ങളാണ് എന്ന് ഈ സമയം ഞാൻ ഓർക്കുകയാണ്. അടുത്ത് തന്നെ എന്ന് പറഞ്ഞാൽ കേവലം മണിക്കൂറിൽ മാത്രം യാത്ര ചെയ്യാനെത്താവുന്ന പുന്നപ്പുറയിൽ നിന്നും ദൈവത്തിൻ്റെ ദൈവത്തിനനുസരിച്ച് ആലോചന വരികയും ഈ നിലയിൽ അവരുടെ വിവാഹം നടക്കുവാൻ ദൈവം ഇടയാക്കി തീർത്തു. അത് ദൈവികമാണെന്ന് ആ നിലയിൽ നമുക്ക് മുൻപോട്ട് പോകാനായിട്ട് ഇടയാക്കി തീർന്നു. വാസ്തവത്തിൽ ഈ സമയം ഞാൻ ഓർക്കുമ്പോൾ ഞങ്ങളുടെ സഭയ്ക്ക് ഒരു നഷ്ടമാണ് എന്ന് ഞാൻ പ്രിയ സാലിമോളെ ഞങ്ങളുടെ സഭയെ വിട്ടു പോകുന്നത് നഷ്ടമാണ് എന്നാണ് ഞാൻ ഈ സമയം ഓർക്കുന്നത്. കാരണം ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ സഭയിലെ സാലിമോളുടെ സാക്ഷ്യങ്ങൾ കേൾക്കാനായിട്ടുള്ള സാവകാശം ഞങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കാറുണ്ട്. പ്രത്യേകിച്ച് അവരുടെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയം ഉണ്ടെങ്കിൽ അതുപോലെ ഒരാഴ്ച കടന്നു വന്നില്ലെങ്കിൽ സാലിമോളാണ് ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് സാക്ഷ്യമായിട്ട് പറയുന്നത്. ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ പാലിച്ചുകൊണ്ട് ദൈവമഹത്വത്തിനായി ദൈവരാജ്യത്തിന് വിട്ടുപണിക്കായി ജീവിക്കുവാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എന്നെയും ഞാൻ ഉൾപ്പെടെ നിൽക്കുന്ന പുൽപ്പാട് വേറെ സഭയുടെ എല്ലാ ആശംസയും അനുഗ്രഹവും പ്രാർത്ഥനയും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വലിയവനായ ദൈവം ഇങ്ങനെ ഒരു വിവാഹ നിശ്ചയവും വിവാഹവും ഒരുമിച്ച് നടക്കുവാൻ ദൈവം സഹായിച്ചു. ഇതിലേറെ ഉപരിയായി ദൈവത്തിൻ്റെ വലിയ കൃപയും കരുണയും ഈ ശുശ്രൂഷയിലുടനീളം ഉണ്ടായിരുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഏതാണ്ട് ഈ വിവാഹ ശുശ്രൂഷയുടെ പരിസമാപ്തി എത്തിയിരിക്കുകയാണ്. ഇന്ന് വിവാഹിതരായ കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കുന്നതിന് എല്ലാ ദൈവമക്കളുടെയും പ്രാർത്ഥന തുടർന്നും ഉണ്ടാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. മാത്രമല്ല, ഈ വിവാഹ ശുശ്രൂഷയിലെ പ്രിയ പൈതലിൻ്റെ പിതാവെന്ന നിലയിൽ നന്ദി പറയുക എന്നുള്ളത് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഒരു കടമയാണ്. അതിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. ആദ്യമായി തന്നെ ഇത്രയും മനോഹരമായി ഈ ശുശ്രൂഷകൾ നിർവഹിക്കുവാൻ സർവകൃപാലുവായ ദൈവം കരുണ ചെയ്തോർത്ത് ഞാൻ ആ ദൈവത്തിന് ആദ്യമായി നന്ദി കരയറ്റുന്നു. രണ്ടാമതായി ഈ ശുശ്രൂഷകളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിയന്ത്രിച്ചു കൊണ്ടിരുന്നത് ദൈവം തന്നെയാണ്. ഒപ്പം അതിനായുധമായി ഉപയോഗിച്ച പുന്നപ്ര സ്ഥലം സഭയിലെ സുവിശേഷകനായ സഹോദരൻ AW സെബാസ്റ്റ്യനാണ്. അദ്ദേഹത്തിന്
പുന്നപ്ര സഭയുടെ പേരിലും ഞങ്ങളുടെ ഇരു കുടുംബങ്ങളുടെയും പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും നന്ദി അറിയിച്ചു കൊടുക്കും. രണ്ടാമത് ഈ ശുശ്രൂഷയുടെ പ്രധാന ഭാഗം കടന്നു വന്നിരിക്കുന്ന വിശ്വാസികളായിട്ടുള്ളവരുണ്ട്, ദൈവവചനം കേൾക്കുന്ന മറ്റു വ്യക്തികളുണ്ട്. അവരെ എല്ലാവരെയും ഹൃദയത്തിൽ വളരെ സന്തോഷിപ്പിച്ച ദൈവവചനത്തിൻ്റെ ഈരടികൾ അടർത്തിയെടുത്ത് അതിൽ നിന്ന് വളരെ ഭക്തിയോടുകൂടെ ജീവിക്കുവാനുള്ള മാർഗോപദേശം നൽകിത്തന്ന ദൈവവചനം ശുശ്രൂഷിച്ച ദൈവത്തിൻ്റെ വലിയ ദാസനാണ് ജോർജ് ചാക്കോ മാവേലിക്കര. അവർക്ക് പുന്നപ്ര സഭയുടെ പേരിലും ഞങ്ങളുടെ ഇരു കുടുംബങ്ങളുടെയും എൻ്റെ വ്യക്തിപരമായ പേരിലുമുള്ള നന്ദി ഞാൻ അറിയിച്ചു കൊടുക്കുന്നു. അടുത്തതായി ഈ ശുശ്രൂഷയുടെ പ്രധാന ഭാഗം എല്ലാവരും ആഗ്രഹിച്ചതുപോലെ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം ആ പ്രിയ സഹോദരൻ അതാദ്യമേ പറയുന്നുണ്ടായി. ഞങ്ങളുടെ സഭയിലെ ശുശ്രൂഷകനായിരിക്കുന്ന പ്രിയ സഹോദരൻ CD സെബാസ്റ്റ്യൻ അവർ അദ്ദേഹത്തിൽ ദൈവം ഏൽപ്പിച്ച വലിയ ഉത്തരവാദിത്വം ഈ കുഞ്ഞുങ്ങളെ കൂട്ടിയോജിപ്പിക്കുക എന്നുള്ളതായിരുന്നു. അത് നിർവഹിക്കുവാൻ അവിവാഹ ശുശ്രൂഷ നടത്തിക്കൊടുത്ത കർത്തദാസന് പുന്നപ്രയില സഭയുടെ പേരിലും ഞങ്ങളുടെ ഇരു കുടുംബങ്ങളുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും നന്ദി ഒരിക്കൽ കൂടി അറിയിച്ചുകൊള്ളുന്നു. അടുത്തമായി ഈ വേദിയിലിരിക്കുന്ന വിലപ്പെട്ട ദേവദാസന്മാരുണ്ട്, അതുപോലെ സദസ്സിലിരിക്കുന്ന ദേവദാസന്മാരുണ്ട്, അയൽ സഭകളിലുള്ള ദേവദാസന്മാരുണ്ട്, ചേർത്തല മുതൽ കായംകുളം വരെയുള്ള ദേവദാസന്മാരുണ്ട്. അവിടെ മാത്രമല്ല ആലുവ, പൂഞ്ഞാർ തുടങ്ങിയ സഭകളിൽ നിന്നൊക്കെ ദേവദാസന്മാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരെയും ഞങ്ങളുടെ വ്യക്തിപരമായ പേരിലും സഭയുടെ പേരിലുമുള്ള നന്ദി അറിയിക്കുന്നു. എങ്കിലും ഇവിടെ കടന്നു വന്നിരിക്കുന്ന ചില ദേവദാസന്മാരെ എനിക്ക് പരിചയപ്പെടുത്തിയും നന്ദി പറയുകയും ചെയ്യാതിരിക്കുവാൻ നിർവാഹമില്ലാത്തതുകൊണ്ട് ഈ വേദിയിലിരിക്കുന്ന ചില സഹോദരന്മാരെ അതിന് അർഹരും കൂടുതൽ യോഗ്യരുമാണ്. എല്ലാവരും യോഗ്യരാണ് എങ്കിൽ പോലും ഈ വേദിയിലിരിക്കുന്ന ദേവദാസന്മാരെ മണ്ണാർശാലയിലുള്ള സുരേഷ് ഭഗത്, പൊങ്ങിയുള്ള PB അഗസ്റ്റിൻ സഹോദരൻ, അതുപോലെ ആലപ്പുഴ സഭയിലെ ഉപ്പനായിരിക്കുന്ന കുഞ്ഞിച്ചൻ സഹോദരൻ, പള്ളിപ്പാട് സഭയിലെ മൂപ്പന്മാരും ഒരാളായിരിക്കുന്ന ഇറ്റ സഹോദരൻ, സന്തോഷ് ബ്രദർ തുടങ്ങിയുള്ള എല്ലാ ദേവദാസന്മാരെയും, ബെൻ ജോസഫ് സഹോദരൻ, അതുപോലെ ഞങ്ങളുടെ അയൽസഭകളിലുള്ള മറ്റ് കർത്തദാസന്മാർ, മറ്റിടങ്ങളിൽ വന്നിരിക്കുന്ന എല്ലാ ദേവദാസന്മാർക്കും ഒരിക്കൽ കൂടി പുന്നപ്ര സഭയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിലുമുള്ള നന്ദി അറിയിക്കുക. ഇതിലുപരിയായി ഏറ്റവും കൂടുതലായി നന്ദി പറയേണ്ടത് ഈ വിവാഹ ശുശ്രൂഷയ്ക്ക് വളരെയേറെ രാവിലെ തന്നെ യാത്ര ചെയ്ത് ഇവിടെ കടന്നു വന്ന പള്ളിപ്പാടുള്ള വ്യക്തികൾക്കാണ്. താപനിലയത്തിൻ്റെ അടുത്തു നിന്നും അകലെയുമുള്ള പല സ്ഥലങ്ങളിൽ നിന്ന് വളരെയേറെ വെളുപ്പിനെ എണീറ്റ് യാത്ര ചെയ്ത് ഈ വിവാഹ ശുശ്രൂഷ കൃത്യസമയത്ത് ഞങ്ങളെക്കാൾ മുന്നേ എത്തിച്ചേരുവാൻ അവർക്കിടയായി ദൈവം അവരെ സഹായിച്ചു. അതിൽ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇത്രയോടും ക്ഷമയോട് സഹനശക്തിയോടുകൂടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ വ്യക്തിപരമായ നന്ദി അറിയിക്കുന്നു. അടുത്തതായി ഈ നടക്കുന്ന പ്രോഗ്രാമുകളൊക്കെ ദൃശ്യമാധ്യമങ്ങളിലൂടെ പകർത്തിക്കൊണ്ടിരിക്കുന്ന ചില പ്രിയപ്പെട്ട സഹോദരന്മാരുണ്ട്, ഫോട്ടോഗ്രാഫർ എടുക്കുന്നവരുണ്ട്, വീഡിയോഗ്രാഫി എടുക്കുന്ന നൗഫലും പാർട്ടിയുമുണ്ട്. അവരെ ഞങ്ങളുടെ പേരിലുള്ള കുടുംബത്തിനെയും വ്യക്തിപരമായ പേരുള്ള നന്ദി അറിയിക്കുന്നു. മാത്രമല്ല ഈ സൗണ്ടും ലൈറ്റും അറേഞ്ച് ചെയ്ത് നമ്മളെ ഇതിനൊക്കെ കൂടുതലായി സഹായിക്കുന്ന സഹോദരനാണ് ജോളി സൗണ്ട്. ആ സഹോദരനെ നന്ദി പറയുകയാണ്. ഇതിനൊക്കെ ഉപരിയായി ഈ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുൻപ് മുതൽ തന്നെ എല്ലാവരുടെയും ഹൃദയത്തിന് ഇമ്പം പകരുകയും ദൈവവചനത്തിലൂടെ മറ്റ് കമ്മിറ്റിക്കാർക്ക് അതിനാവശ്യമായ ഈ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി തന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി പറയുന്നു. ഒപ്പം തന്നെ ഇതിനെ ഇന്ന് നമുക്ക് ഈ വിവാഹ ശുശ്രൂഷ കഴിഞ്ഞതിന് ശേഷം ഭക്ഷണ കാര്യങ്ങൾ ക്രമീകരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവർക്കും ഞങ്ങളുടെ വ്യക്തിപരമായ നന്ദി പറയുന്നു. കുറച്ച് കുഞ്ഞുങ്ങൾ ഇതിന് സേവനം അനുഷ്ഠിക്കുന്നതിന് വേണ്ടി
കടന്നു വന്നിട്ടുണ്ട്. സഹോദര ബുദ്ധിയ ഈ ശുശ്രൂഷ കഴിഞ്ഞ് പിരിച്ചുവിട്ടതിന് ശേഷം നമുക്ക് ഭക്ഷണം കഴിക്കുവാനായി കടന്നു പോകുമ്പോൾ അവരുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കേണ്ടത് ആവശ്യമുണ്ട്. കുഞ്ഞുങ്ങളാണ്, അവരോടുകൂടി നമ്മൾ സഹകരിക്കണം. എല്ലാവിധ നന്ദിയും കടപ്പാടും ആ കുഞ്ഞുങ്ങൾക്കും ഞങ്ങളുടെ വ്യക്തിപരമായ പേരിലും കുടുംബപരമായും അറിയിച്ചുകൊണ്ട് എല്ലാവിധ നന്ദിയും ദൈവത്തിലേക്ക് കൂടെ സമർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർമ്മിക്കുന്നു. ദൈവം നമ്മളെവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ട് വ്യത്യസ്തമായ ജീവിതത്തിൽ അവർ വളർന്നു വന്നവരാണ്. എന്നാൽ സ്വർഗത്തിലെ ദൈവം അവരെ ഇന്ന് ഒന്നാക്കിയിരിക്കുകയാണ്. മുപ്പിരിച്ചരട് വേഗത്തിൽ അറ്റുപോവുകയില്ല എന്ന് വായിക്കുന്നു. ഒന്നാമതായിട്ട് യേശു കർത്താവിനോടുകൂടെ ആ പ്രധാന ചരടിൽ അവർ പിരിഞ്ഞ് അവർ രണ്ടുപേരും കൂടെ ആ പ്രധാന ചരടിൽ യേശു ക്രിസ്തുവാകുന്ന ചരടിൽ പിണഞ്ഞ് അവരുടെ ജീവിതം ആരംഭിച്ച് അവരുടെ ജീവിതം അവസാനിപ്പാൻ ദൈവം സഹായിക്കണം. അവിടെ അവർ യാത്ര ചെയ്യുകയാണ്. മുള്ളും പരക്കാരെ എന്ന ഭൂമിയിലാണ് അവർ യാത്ര തുടങ്ങുന്നത്. ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു എന്ന പുറകിൽ നിന്നും ശബ്ദം കേൾക്കും. ആ ശബ്ദത്തിൽ അനുസരിച്ച് അവർ മുമ്പോട്ട് പോകുവാൻ അവർ വഴിയറിയാതെ പാതയറിയാതെ ആ കറങ്ങി നിൽക്കുന്ന സമയത്ത് ദൈവം അവരെ നല്ല പാതയിൽ നടത്തി അവരെ അനുഗ്രഹിക്കണം. ആത്മീയമായ എല്ലാ ശുശ്രൂഷയിലും അവർ പങ്കെടുത്ത് മുമ്പോട്ട് പോകുവാൻ മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പിൻ, അതോടുകൂടെ സകലതും തരാമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. ദൈവീയമായ കാര്യത്തിൽ അവർ മുമ്പോട്ട് പോകാൻ അവരെ സഹായിക്കണം. ഇരു കുടുംബങ്ങളെയും ദൈവം അനുഗ്രഹിക്കണം, ഇരു സഭകളെയും ദൈവം അനുഗ്രഹിക്കണം. അവർക്ക് തലമുറകളെ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബജീവിതത്തെ ദൈവം അനുഗ്രഹിക്കണം. കർത്താവേ, അവിടുന്ന് വാഗ്ദത്തത്തിൽ വിശ്വസ്തനായ ദൈവമായിരിക്കാൻ സ്തോത്രം. ഭാര്യയെ കിട്ടുന്നവന് നന്മ ലഭിക്കുന്നു, യഹോവയുടെ പ്രസാദം ലഭിച്ചുമിരിക്കുന്നു എന്ന് ഞങ്ങൾ വായിക്കുന്നു. കർത്താവേ, ഞങ്ങളെ ഇത്രത്തോളം സഹായിച്ചു. കടന്നു വന്ന എല്ലാവർക്കായി സ്തോത്രം. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങൾ കടന്നു വന്നവർക്കായി സ്തോത്രം. അവരുടെ വഴിയാത്രകളൊക്കെ സൂക്ഷിച്ച് പരിപാലിച്ചു. അവരുടെയൊക്കെ മടക്കയാത്ര ദൈവം അനുഗ്രഹിക്കണം. ആദ്യോടന്ന കർത്താവ് പരിപാലിച്ചതോർന്ന് സ്തോത്രം. എല്ലാ നന്മകൾക്കായിട്ട് സ്തോത്രം. എല്ലാം കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയവുണ്ടായിട്ട് കേൾക്കുമാറാകണമേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സൗഹാർദ്ദ കാവലും ഭരണവും അടിയങ്ങളോടും അടിയങ്ങൾ ഓർത്തു പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും ലോകമെമ്പാടുമുള്ള സകല വിശുദ്ധന്മാരോടും ഇന്ന് വിവാഹിതരായ കുഞ്ഞുങ്ങളുടെ പേരും ഇപ്പോഴും എപ്പോഴും ഉണ്ടാകുമാറാകട്ടെ. നന്ദി ചൊല്ലിടാം എന്നും മൂതായി കാലം ചെയ്ത നമ്മകൾ ഓരോന്നോർത്തിടാം. നന്ദി ചൊല്ലിടാം എന്നും
ഓരോന്നോർത്തിടാം. നന്ദി ചൊല്ലിടാം എന്നും മോദാൽ താതൻ ചെയ്ത നന്മകൾ ഓരോന്നോർത്തിടാം. ചൊല്ലിടാം എന്നും മോദാൽ താനം ചെയ്ത നന്മകൾ ഓരോന്നോർത്തിടാം.
കർത്താവേ, നമ്മുടെ അങ്ങയുടെ സന്നിധിയിൽ അനേക വചനം കേൾക്കാനായിട്ട് ഇടയായി. കർത്താവേ, അങ്ങയുടെ പ്രിയപുത്രനെ നൽകി വീണ്ടെടുത്തതായ ഈ മണവാട്ടി സഭയുടെ അംഗങ്ങളായി തീരുവാൻ ആ പ്രിയപ്പെട്ടവർക്ക് ഭാഗ്യം നൽകണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് കുടുംബസ്ഥരായി തീർന്ന പ്രിയപ്പെട്ടവരെ അവിടുത്തെ കൈകളിൽ വീണ്ടും ഏൽപ്പിക്കുകയാണ്. അവിടുന്ന് കർത്താവെ നന്മ ചെയ്തിരിക്കുകയാണ് നന്ദിയോട് സ്തോത്രം. അനേക നന്മകൾ കർത്താവെ ഇന്ന് ഞങ്ങൾ ചെയ്തു. ഓരോന്നും ചെയ്യുവാൻ ഞങ്ങളിൽ എന്ത് നന്മയുണ്ടായിരുന്നു, എന്ത് യോഗ്യതയുണ്ടായിരുന്നുവെന്ന് ഞങ്ങൾ ചിന്തിക്കുകയാണ്. ഇത്രത്തോളം കാര്യങ്ങൾ അനുഗ്രഹിക്കത്തക്കവണ്ണം കർത്താവ് സഹായിച്ചതോർത്ത് ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് തിരികെ പോയിരിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവരും ക്ഷേമത്തോടെ എത്തിച്ചേരുവാൻ തിരുമേനി സഹായിക്കും. ഇന്ന് നടന്നു തുടങ്ങിയിരിക്കുന്ന ഏതെങ്കിലും ജീവിതങ്ങൾ, കുടുംബജീവിതത്തിൽ തകർന്നിരിക്കുന്ന ഏതെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ അത് ശുശ്രൂഷ മുഖാന്തരം അനുഗ്രഹിക്കപ്പെടുവാനിടയാക്കും. ഇരു സഭകൾക്കും ഇരു ഭവനക്കാർക്കും ദേശത്തിനും സമൂഹത്തിനൊക്കെയും ഏറ്റവും മാതൃകയും അനുഗ്രഹമായിരിക്കാൻ പ്രിയ രജിയെയും കുടുംബമായി അവിടുന്ന് സഹായിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശേഷാൽ പ്രിയ രജിയുടെ പപ്പയെയും മമ്മിയെയും അവരുടെ ശാരീരികമായ ക്ഷീണങ്ങളുടെ പ്രയാസങ്ങളുടെ നടുവിൽ വളരെ ധൈര്യത്തോടെ സ്റ്റേജിൽ നിൽക്കാൻ തക്കവണ്ണം കർത്താവ് അവർക്ക് ആരോഗ്യം നൽകി ബലപ്പെടുത്തിയതിനായിട്ട് ഞങ്ങളങ്ങനെ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു. അപ്പോൾ പ്രിയപ്പെട്ടവർ, കർത്താവെ രജിയുടെ ഭവനത്തിലേക്ക് കൊണ്ടാക്കാനായിട്ട് പോവുകയാണല്ലോ. ഇതത്തോടെ ഞങ്ങളെ സഹായിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. എല്ലാം നമ്മൾക്കായിട്ട് സ്തോത്രം. മാനവ മഹത്വത്തോടെ നിൽക്കുമാറാണമേ. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ പിതാവേ.
തിരുനാമത്തിനായി ഞങ്ങൾ ഇതിനെ വാഴ്ത്തുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. വളരെ നാളുകളായി കർത്താവെ നിന്റെ സന്നിധിയിൽ ഈ വിഷയങ്ങൾ വയ്ക്കുകയും ദൈവസന്നിധി ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്തതുപോലെ ഞങ്ങൾക്ക് ഇരു കുടുംബങ്ങൾക്കും കർത്താവെ മാതാപിതാക്കളായി ഞങ്ങൾക്ക് മക്കളെ നിദാനമായി തന്നു. അവരെ വളർത്തി പഠിപ്പിക്കുവാൻ കർത്താവെ ആവശ്യമാകുന്ന കൃപയും ജ്ഞാനവും ദൈവം ഞങ്ങൾക്ക് നൽകി തന്ന ഓർത്ത് ഞങ്ങളെ സ്തുതിക്കുന്നു. നീ തരുന്നതല്ലാതെ ഒരു നന്മയും കർത്താവെ ഞങ്ങൾക്ക് ജീവിതത്തിലില്ല. നീ തരുന്ന സകല നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. സ്വർഗത്തിൽ ദൈവം അറിയാതെ ഞങ്ങളുടെ ജീവിതത്തിൽ യാതൊന്നും സംഭവിക്കുന്നില്ല എന്ന് ഞങ്ങൾ അറിയുന്നു. മക്കളെ ദാനമായി തന്നവൻ കർത്താവെ അവരുടെ ഭാവി സുരക്ഷിതമാക്കേണ്ടത് ആവശ്യമെന്ന് നീ അറിയുന്നവർക്ക് ഞങ്ങളെ സ്തുതിക്കുന്നു. അവരെ വളർത്തുവാനും പഠിപ്പിക്കുവാനും അവരെ പോറ്റുവാനും കർത്താവെ ഞങ്ങളെ പരിപാലകരായി ഞങ്ങളെ ഏൽപ്പിച്ചു. ഇപ്രകാരം ചെയ്യുവാൻ കർത്താവെ ഞങ്ങൾ ഇടയാക്കിയവർക്ക് ഞങ്ങളെ സ്തുതിക്കുന്നു. നീ തന്ന ജ്ഞാനപ്രകാരം കർത്താവെ മക്കളെ പഠിച്ചു കർത്താവെ വളർത്തി വലുതാക്കി അവരുടെ ജീവിതം കർത്താവെ സുരക്ഷിതമാക്കുവാൻ തക്ക തുണയെ കണ്ടെത്തേണ്ടതായ സമയമായപ്പോൾ ദൈവം തന്നെ അവർക്ക് വേണ്ടി തക്ക തുണയെ കർത്താവെ കണ്ടെത്തുന്നവർക്ക് കർത്താവെ രണ്ട് പശ്ചാത്തലത്തിൽ രണ്ട് കുടുംബ ജീവിതത്തിൽ കർത്താവെ രണ്ട് സാഹചര്യത്തിൽ വളർന്ന കുഞ്ഞുങ്ങൾ ഇന്നു മുതൽ കർത്താവെ അവർ ഒരു ജീവിതമായി തീരുമ്പോൾ അവരുടെ ജീവിതത്തിൽ വരാവുന്ന എല്ലാ കുറവുകളും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അറിയുകയും അത് നികത്തുകയും അവരുടെ ജീവിതത്തിലെ എല്ലാ കുറവുകളെയും കർത്താവെ ഈ നികത്തുമാറാൻ പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്രം. ജ്ഞാനവും വിവേകവും പരിജ്ഞാനവും അറിവും സുബോധവും ദൈവത്തെയും മനുഷ്യൻ്റെ